ബിസ്മില്ലാഹിർ-റഹ്മാനിർ-റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്സഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാന്യരായ സ്റ്റേജിലിരിക്കുന്ന കേരള നദ്വത്തുൽ മുജാഹിദീൻ്റെ നേതാക്കളെ, പണ്ഡിതന്മാരെ, എൻ്റെ മുമ്പിലിരിക്കുന്ന സഹോദരി സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 1922 മുതൽ മലയാളി സമൂഹത്തിൽ ഏകദൈവ വിശ്വാസം പ്രബോധനം ചെയ്തും പരിശുദ്ധ ഖുർആൻ ആളുകളെ പഠിപ്പിച്ചും പ്രചരിപ്പിച്ചും അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും അവയുടെ അപകടങ്ങൾ ആളുകളെ ബോധ്യപ്പെടുത്തിയും ജനാധിപത്യ മതേതര രംഗത്ത് നമ്മുടേതായ സേവനങ്ങൾ ചെയ്തുകൊണ്ടും രാജ്യത്തിൻ്റെ പുരോഗതിക്കും ഐക്യത്തിനും വേണ്ട ശ്രമങ്ങൾ നടത്തിയും ഇതര മതവിശ്വാസികളെ സ്നേഹിച്ചും ബഹുമാനിച്ചും ഈ സമൂഹത്തിൻ്റെ ഒരു കണ്ണിയായി അവരോട് ചേർന്ന് നിന്ന് ഒരു നവോത്ഥാന പ്രസ്ഥാനം, അതായത് ഇസ്ലാഹി പ്രസ്ഥാനം എന്ന് അറിയപ്പെടുന്ന ഒരു സംഘമാണ് കേരള നദ്വത്തുൽ മുജാഹിദീൻ, അതായത് KNM. നമുക്കറിയാം, ഈ നാട്ടിലെ പാവപ്പെട്ടവരുടെ, കഷ്ടത അനുഭവിക്കുന്നവരുടെ വേവലാതികൾ കേൾക്കുകയും പരിഹരിക്കുകയും ചെയ്തുകൊണ്ട് ഈലാഫ് എന്ന ഒരു സന്നദ്ധ സംഘടനക്ക് അല്ലെങ്കിൽ സന്നദ്ധ പ്രവർത്തനത്തിലൂടെ പാവങ്ങൾക്ക് തണലായിക്കൊണ്ട് ഇന്ന് പ്രവർത്തിക്കുന്ന ISM എന്ന യുവജന സംഘടന ഈ KNM-നോടൊപ്പമുണ്ട്. അതുപോലെ വിദ്യാർത്ഥി സമൂഹത്തിലോ അവിടെ മൂല്യച്യുതിക്കെതിരെ, മയക്കുമരുന്നിനെതിരെ, അവിടെ നടക്കുന്ന എല്ലാവിധ തോന്നിയാസങ്ങൾക്കുമെതിരെ മതധാർമ്മികത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആ സമൂഹത്തിൽ തൻ്റേതായ ഒരു സ്ഥാനം വഹിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന MSM എന്ന വിദ്യാർത്ഥി സംഘടന ഈ പ്രസ്ഥാനത്തിനോടൊപ്പമുണ്ട്. അതുപോലെ സ്ത്രീകളുടെ ഇടയിൽ സ്ത്രീകളെ ഏറെ ബഹുമാനിക്കുകയും അതോടൊപ്പം അവരെ ഭൗതിക വിദ്യാഭ്യാസ രംഗത്ത് ഉയർത്തിക്കൊണ്ടുവരികയും പൊതുസമൂഹത്തിലേക്ക് അവരെ ചേർത്ത് പിടിച്ച് അവരെ ഉയർത്തിപ്പിടിക്കുകയും ചെയ്തുകൊണ്ട് KNM-ൻ്റെ വനിതാ വിഭാഗമായ NGM-ഉം ഈ സംഘടനയോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്ന ഘടകങ്ങളാണ്. നമുക്കറിയാം, ഈ സംഘടനയെ സംബന്ധിച്ചിടത്തോളം പൗരോഹിത്യത്തിൻ്റെ തടവറയിൽ നിന്നും സമൂഹത്തെ കാത്തു രക്ഷിക്കാനും ഈ പ്രസ്ഥാനം വഹിച്ച പങ്ക് വലുതാണ്. നമുക്കറിയാം, ഈ കാലത്ത്, ഈ വേനൽക്കാലത്ത് ഈ പ്രസ്ഥാനം കേരള നദ്വത്തുൽ മുജാഹിദീൻ സംസ്ഥാന നേതൃത്വം ഞങ്ങളോട് ആവശ്യപ്പെട്ടത് നവോത്ഥാനം പ്രവാചക മാതൃക എന്ന ക്യാമ്പയിൻ കൊണ്ട് നിങ്ങളുടെ മണ്ഡലം തോറും പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുകയും അത് സമ്മേളനങ്ങളായി മാറുകയും ചെയ്യണം എന്നുള്ള ഒരു നിർദ്ദേശമാണ്. ആ നിർദ്ദേശമനുസരിച്ച് എല്ലാ മണ്ഡലങ്ങളിലും KNM-ൻ്റേതായ പൊതുസമ്മേളനങ്ങൾ നടക്കുകയാണ്. അതുപോലുള്ള ഒരു സമ്മേളനത്തിലാണ് ഇന്ന് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. മുസ്ലിം സമുദായത്തിൽ നവോത്ഥാന പ്രക്രിയക്ക് തുടക്കമിട്ട് ലോകത്തിന് മാതൃക കാണിച്ചു കൊടുത്ത ഒരു സംഘടനയാണ് കേരള നദ്വത്തുൽ മുജാഹിദീൻ. നമുക്കറിയാം, നമ്മുടെ പുളിക്കൽ പ്രദേശം ഈ പ്രസ്ഥാനത്തിൻ്റെ ആദ്യ സമ്മേളനം നടന്ന മണ്ണാണ്. ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ ചലനങ്ങളിൽ ആദ്യമായി ഒരു വൻ ശക്തിയെ, ആളുകളെ, ജനങ്ങളെ ഒരുമിച്ച് കൂട്ടി ഇസ്ലാഹി സംഗമം കാണിച്ചു കൊടുത്ത് എങ്ങനെയാണ് സമ്മേളനം നടത്തേണ്ടത് എന്നുള്ളത് കേരളക്കരക്ക് കാണിച്ചു കൊടുത്ത പ്രസ്ഥാനമാണ് KNM എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഈ സംഘടനയോടൊപ്പം അണിനിരക്കാൻ, ഈ സംഘടനയോടൊപ്പം അണിനിരന്നുകൊണ്ട് തൗഹീദി രംഗത്ത് പ്രവർത്തിക്കാനും പ്രചരിപ്പിക്കാനും അതിലേക്ക് ആളുകളെ ക്ഷണിക്കാനും എനിക്ക് ആത്മാർത്ഥമായിട്ട് പറയാനുള്ളത്, ഈ മണ്ഡലത്തിൻ്റെ ഒരു ഔദ്യോഗിക
ഭാരവാഹി എന്ന നിലക്ക് ഈ ഇരിക്കുന്ന ഇത് കേൾക്കുന്ന എൻ്റെ ശബ്ദം കേൾക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാരെയും ഞങ്ങളോടൊപ്പം അണിചേരണമെന്ന് വളരെ വിനയപൂർവ്വം ഞാൻ അവരെ ക്ഷണിക്കുകയാണ്. ഈ അവസരത്തിൽ ഈ സമ്മേളനം പ്രഖ്യാപിച്ചതു മുതൽ പുളിക്കൽ മണ്ഡലത്തിലെ എല്ലാ യൂണിറ്റുകളും നമ്മുടെ പ്രവർത്തകരും നമ്മുടെ സഹോദരികളും നമ്മുടെ വിദ്യാർത്ഥികളും നമ്മുടെ യുവജനങ്ങളും അവരുടേതായ യൂണിറ്റുകളിൽ സമ്മേളനം നടത്തുകയും ലഘുലേഖ വിതരണം ചെയ്യുകയും നോട്ടീസുകൾ എത്തിക്കുകയും ചെയ്തുകൊണ്ട് ഈ സമ്മേളനത്തിൻ്റെ പ്രമേയം കൃത്യമായ ധാരണയുണ്ടാക്കി ആളുകൾ എത്തിച്ചു എന്നുള്ളതാണ് ഞങ്ങൾ ചെയ്ത ഏറ്റവും വലിയ പ്രവർത്തനം എന്ന് എനിക്ക് പറയാതിരിക്കാൻ വയ്യ. നമുക്കറിയാം, പുളിക്കലിലെ 10 യൂണിറ്റുകളിൽ ഇന്ന് കൃത്യമായി കേരള നദ്വത്തുൽ മുജാഹിദീൻ്റെ കീഴിൽ ഖുർആൻ ക്ലാസ്സുകൾ നടക്കുന്നു. MGMൻ്റെ യൂണിറ്റുകൾ പ്രവർത്തിക്കുന്നു. കൃത്യമായി ഹദീസ് ക്ലാസ്സുകൾ നടത്താൻ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് എനിക്കിവിടെ കൂടിയിരിക്കുന്ന സഹോദരി സഹോദരന്മാരോട് പറയാനുള്ളത്, ഈ പ്രസ്ഥാനത്തോടൊപ്പം അണിചേരാൻ നിങ്ങൾക്ക് സാധിക്കണം. എൻ്റെ ഒരു അനുഭവം, ഈ സമ്മേളനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചപ്പോൾ ചില സഹോദരങ്ങൾ എന്നോട് വിളിക്കുകയുണ്ടായി. നിങ്ങളുടെ പ്രവർത്തനങ്ങൾ കണ്ട് ഞങ്ങൾക്ക് അസൂയ തോന്നുന്നു. വളരെ കൃത്യമായ അജണ്ടയോടുകൂടി ചിട്ടയോടുള്ള പ്രവർത്തനവും ചിട്ടയോടുള്ള യൂണിറ്റ് പ്രവർത്തനവും നടത്തി നിങ്ങളൊരു മണ്ഡലം സമ്മേളനത്തിലേക്ക് ഇറങ്ങി എന്ന് കേൾക്കുമ്പോൾ ഇതൊരു സംഘടനാ പ്രവർത്തനത്തിൻ്റെ മികവാണ് ഇവിടെ KNM എന്ന് കാണിച്ചിരിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ വയ്യ. ഇവിടെ തടിച്ചു കൂടിയിരിക്കുന്ന സഹോദരി സഹോദരന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ വേറെ എന്തെങ്കിലും പ്രോഗ്രാമിന് വേണ്ടി വന്നവരല്ല. അവർ ഇവിടെ ഒരു ഗാനമേള നടക്കുന്നു എന്ന് കേട്ട് വരുന്നവരല്ല. തൗഹീദി പ്രസ്ഥാനത്തിൻ്റെ കൃത്യമായ അജണ്ടയും വിഷയവും വെച്ച് ഞങ്ങളുടെ പണ്ഡിതന്മാർ ഇവിടെ വന്ന് പ്രസംഗിക്കും. ഇത് കൃത്യമായ ഈ പ്രസ്ഥാനത്തിൻ്റെ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ അടിപതറാതെയുള്ള ഒരു സംഘടനയുടെ ആദർശമാണ്, അജണ്ടയാണ്. അത് ഞങ്ങൾ കേൾക്കേണ്ടതുണ്ട് എന്നുള്ള ധാരണ കൂടിയാണ് ഈ ആളുകളോട് എത്തിച്ചതെന്ന് എനിക്കറിയാം. പലരും പറഞ്ഞു, ഞങ്ങളുടെ സഹോദരങ്ങൾ ചിലരൊക്കെ ഈ മാതൃകാ സംഘടനയിൽ നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നുമാറിപ്പോയ ചില സഹോദരങ്ങൾ, എനിക്ക് പൂതിയുണ്ട്, ഞാൻ വരും, ഞാനിത് കേൾക്കും. നിങ്ങളുടെ ഭാഗത്താണ് ശരി എന്നുള്ളത് കൃത്യമായ ധാരണ ഞങ്ങൾക്കുണ്ട്. പിന്നെ എന്തുകൊണ്ട് ഇങ്ങനെയെന്ന് ചോദിച്ചപ്പോൾ അവർക്ക് പറയാൻ മറുപടിയില്ല. ചിലവരെങ്കിലും പറയുന്നത് അങ്ങനെ വന്നുപോയി, സാഹചര്യങ്ങൾ അങ്ങനെ ആയിപ്പോയി, ഇതുപോലുള്ള ചില കാരണങ്ങൾ കണ്ട് മാറി നിൽക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത്, ഇത് മാതൃസംഘടനയാണ്. ഈ ഒരു മാതൃസംഘടനയെ മുജാഹിദ് പ്രസ്ഥാനത്തിനുള്ളൂ. കേരള നദ്വത്തുൽ മുജാഹിദീൻ പറഞ്ഞ വാക്കുകൾ നമ്മുടെ പണ്ഡിതന്മാർ വേക്കിലിരിക്കുന്നുണ്ട്. നമ്മുടെ പണ്ഡിതന്മാർ ഞങ്ങൾക്ക് അയച്ച സർക്കുലറുകൾ, ഞങ്ങളുടെ പണ്ഡിതന്മാർ ഞങ്ങൾക്ക് അയച്ചു കൊണ്ടിരിക്കുന്ന നിർദ്ദേശങ്ങൾ, ഞങ്ങളുടെ പണ്ഡിതന്മാർ എന്തിനേറെ പറയുന്നു, ഈ കഴിഞ്ഞ റമദാനിലോ ഈ കഴിഞ്ഞ പെരുന്നാളിനോ കേരള ഹിലാൽ കമ്മിറ്റി പ്രഖ്യാപിച്ച് അൽമനാർ കലണ്ടർ പുറത്തിറക്കിയ ആ ഒരു മാതൃക തന്നെയാണ് ഈ കൃത്യമായ ധാരണയും ശരിയുമെന്ന് കേരളം തെളിയിച്ചു, അല്ലെങ്കിൽ മാസപ്പിറവി തെളിയിച്ചു. ഈ നിലക്ക് ഞാൻ കൂടുതലായി ഒന്നും പറയുന്നില്ല. എനിക്ക് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്, ഈ ഒരു സമ്മേളനം പ്രഖ്യാപിച്ചത് മുതൽ ഏറെക്കുറെ ഞങ്ങളോടൊപ്പം ഓടി നടന്ന് ഞങ്ങൾക്ക് നിർദ്ദേശവും ഉപദേശവും നൽകിക്കൊണ്ട് വേണ്ട വിധത്തിലുള്ള സഹായ സഹകരണങ്ങൾ ചെയ്തുകൊണ്ട് ഞങ്ങളോടൊപ്പം ഒരുമിച്ച് നിന്ന കാരണവന്മാരായ ആളുകളുണ്ട്, ഏറെ പ്രായമുള്ള ആളുകളുണ്ട്, ചെറുപ്പക്കാരുണ്ട്, സഹോദരികളുണ്ട്. ഇവിടെ ഈ ആലുങ്ങൽ ഭാഗത്തുള്ള, പ്രത്യേകിച്ച് ഞാൻ പേരെടുത്ത് പറയുന്നില്ല, ഈ സമ്മേളനം ഈ നഗരി ഈ നിലക്ക് ആക്കി തീർക്കാൻ ഞങ്ങളോടൊപ്പം ഓടി നടന്ന് എന്തൊക്കെ സഹായ സഹകരണങ്ങൾ വേണോ ഒരു വാക്ക് പറഞ്ഞാൽ മതി, ഇവിടെ അത് ക്ലിയറാവും എന്ന് വരെ പറഞ്ഞ സഹോദരങ്ങൾ ഈ പ്രസ്ഥാനത്തോട് ഒട്ടി നിൽക്കാൻ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾ പ്രോഗ്രാം നടത്തണം, സമ്മേളനം നടത്തണം, എങ്ങനെ നിങ്ങൾ അറേഞ്ച് ചെയ്തോളൂ എന്ന് പറയാൻ ഞങ്ങളുടെ ബാക്കിൽ ഒരു വലിയ അണി ഉണ്ട് എന്നുള്ളത് അറിയിക്കാൻ ഏറെ സന്തോഷമുണ്ട്. സത്യത്തിൽ സഹോദരങ്ങളെ കരച്ചിൽ വരികയാണ്, സത്യത്തിൽ കണ്ണിൽ നിന്ന് വെള്ളം ഒഴിക്കുകയാണ്. കാരണം ഈ നിറഞ്ഞിരിക്കുന്ന സദസ്സ് അവർ വലിയൊരു ഉത്തരവാദിത്തമാണ്
പുളിക്കൽ മണ്ഡലം KNM-നെ ഏൽപ്പിച്ചത് എന്നുള്ള കൃത്യമായ ഒരു ധാരണ എന്നെ പിന്തുടരുന്നുണ്ട്. ആ ഒരു കൃത്യമായ ഉത്തരവാദിത്വ ബോധം എൻ്റെ മനസ്സിലും ഞങ്ങളുടെ സഹഭാരവാഹിയുടെ മനസ്സിലും ഉണ്ടാവും എന്ന് കൃത്യമായി നിങ്ങൾ അറിയിച്ചുകൊണ്ട് ഭാവിയിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾക്ക് നിങ്ങളുടെ പരിപൂർണ സഹായങ്ങളും വേണമെന്ന് അറിയിച്ചുകൊണ്ട് എൻ്റെ ഉത്തരവാദിത്വത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. ഇവിടെ കൂടിയിരിക്കുന്ന ആളുകൾക്ക് സ്വാഗതം പറയുക എന്നുള്ളതാണ് എൻ്റെ ഉത്തരവാദിത്വം. ഏറെ സങ്കടമുണ്ട് ഒരു കാര്യം അറിയിക്കുന്നതിന്. നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് TP അബ്ദുള്ള കോയ മദനി ഉദ്ഘാടനം ചെയ്യേണ്ട സദസ്സായിരുന്നു. മിനിയാന്ന് TPയെ ഫാത്തിമ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. പ്രോഗ്രാമുകളുടെ എണ്ണം കൂടി, പനി പിടിച്ചു, സങ്കടം. അദ്ദേഹം എന്നോട് പറഞ്ഞു, അവിടെ കിടക്കുന്ന സമയത്ത് ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞു, ആരാണ് പിന്നെ ഉള്ളത്? ഞാൻ പറഞ്ഞു, സലാഹുദ്ദീൻ മദനി ഉണ്ട്. സലാഹുദ്ദീൻ മദനി ഞാൻ വരുന്നത് പോലെയാണ്, സലാഹുദ്ദീൻ മദനി ഉദ്ഘാടനം ചെയ്യട്ടെ, TPൻ്റെ നിർദ്ദേശം. ഞങ്ങൾക്ക് വേറെ ഒന്നും പറയാനില്ല. സലാഹുദ്ദീൻ മദനി പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യും. അദ്ദേഹത്തെ ആദരവപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ ഈ പ്രോഗ്രാമിൽ നേരത്തെ പ്രസംഗിച്ചു. നിങ്ങൾ വിചാരിക്കേണ്ട, ഒരു പ്രോഗ്രാം നടത്താൻ അറിയാത്തവരാണ് ഈ മണ്ഡലം കമ്മിറ്റിക്കാർ. ചില സഹോദരികൾ വിളിച്ചു ചോദിച്ചു, എന്തേ കിറാത്തില്ലേ, എൻ്റെ ഔപചാരികമായുള്ള ചടങ്ങുകളില്ലേ, സ്വാഗതമില്ലേ, അധ്യക്ഷനില്ലേ? എല്ലാം ഉണ്ട്, എല്ലാം ഉണ്ടാവും. നമ്മുടെ പ്രോഗ്രാമുകൾ ഭംഗിയാവാൻ വേണ്ട മാതിരിയുള്ള പ്രോഗ്രാമുകൾ ഒന്ന് സെറ്റിൽ ചെയ്യുമ്പോഴുള്ള ചെറിയ ചില പ്രയാസങ്ങൾ എന്ന നിലക്ക് കണ്ടാൽ മതി. ഇൻഷാ അല്ലാഹ് ഈ പ്രോഗ്രാം നമുക്ക് നേരത്തെ പ്രസംഗിച്ചു. നമ്മുടെ ജില്ലാ സെക്രട്ടറി, കരുത്തനായ സെക്രട്ടറി, ഞാൻ ഏറെ പേടിക്കുന്ന വ്യക്തിയാണ്. ഒരു നേരവും ഞങ്ങൾക്കൊന്നും ഒഴിവ് തരാതെ പണിയടിപ്പിച്ചു കൊണ്ട് നടക്കുന്ന ജില്ലാ സെക്രട്ടറിയാണ് യൂസുഫ് അലി സലാഹി. അദ്ദേഹത്തെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. നേരത്തെ പ്രസംഗിച്ചു പ്രമോദ് ദാസ്, CPIM-ൻ്റെ. അദ്ദേഹം വളരെ കൃത്യമായ വാക്കുകൾ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഇവിടെ പറഞ്ഞു പോയി. അദ്ദേഹത്തെയും ഞാൻ അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ സ്വാഗതം ചെയ്യുകയാണ്. നേരത്തെ പ്രസംഗിച്ചു, ആശംസ പറഞ്ഞു നമ്മുടെ മുജീബുർ റഹ്മാൻ, KP മുജീബുർ റഹ്മാൻ, ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ്. അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ ഞാൻ സ്വാഗതം ആശംസിക്കുക. അദ്ദേഹം എടുത്തു പറഞ്ഞു, ഈ പ്രസ്ഥാനത്തിന് മാത്രമേ ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകളും നവോത്ഥാനവും ആവശ്യപ്പെടാനും അല്ലെങ്കിൽ അത് അവകാശപ്പെടാനും സാധ്യമാവുകയുള്ളൂ. അദ്ദേഹം എടുത്തു പറഞ്ഞു. ഇനി നമുക്ക് സംസാരിക്കാനുള്ളത്, ഇനി നമ്മുടെ പ്രോഗ്രാമിൽ സംസാരിക്കാനുള്ളത് BJP-യുടെ ജില്ലാ സെക്രട്ടറി രാമചന്ദ്രൻ അവറുകളാണ്. അദ്ദേഹം ഏതാനും നിമിഷങ്ങൾ കൊണ്ട് ഇവിടെ എത്തും. അദ്ദേഹത്തെയും ഞാൻ ആർദ്രപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഒരു ബഹുസ്വര സമൂഹത്തിൽ ജീവിക്കുന്നവരാണ് നമ്മൾ. ജനാധിപത്യ മതേതരത്വത്തിൽ വിശ്വസിക്കുന്ന ആളുകളാണ് നമ്മൾ. ഈ നാട്ടിലെ രാഷ്ട്രീയ സംഘടനകളെയും ഈ നാട്ടിലെ ബഹുസ്വരതയെയും അങ്ങേയറ്റം ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ആളുകളാണ് നമ്മൾ. ആ നിലക്ക് ഈ നാട്ടിൽ മുന്നിൽ നിൽക്കുന്ന എല്ലാ രാഷ്ട്രീയ സംഘടനാ പ്രതിനിധികളെയും വിളിക്കണം എന്നുള്ള താല്പര്യം തന്നെയാണ് ഈ പ്രസ്ഥാനത്തിനും ഞങ്ങൾക്ക് കിട്ടുന്ന നിർദ്ദേശവും. ആ നിലക്ക് കൊണ്ടും കൊടുത്തും ഈ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങളും മുന്നോട്ട് പോകും എന്നുകൂടി ഈ അവസരത്തിൽ ഞാൻ സൂചിപ്പിക്കുകയാണ്. അതുപോലെ നമുക്കോട് സംസാരിക്കാനുള്ളത് KNM-ൻ്റെ സംസ്ഥാന നിർവാഹക സമിതി അംഗം അമിത് അലി ഫാറൂഖി അവറുകൾ ഇവിടെയുണ്ട്. അതുപോലെ അവസാനമായി നമുക്ക് സംസാരിക്കാനുള്ള ഷൗക്കത്ത് അലി അൻസാരി, ഇന്ന് യുവ പ്രാസംഗികന്മാരിൽ ഏറ്റവും തരംഗമായി മാറിക്കൊണ്ടിരിക്കുന്ന, യൂട്യൂബിൽ തരംഗമായി മാറിക്കൊണ്ടിരിക്കുന്ന ശക്തമായ ഭാഷയിലൂടെ, കൃത്യമായ ഈണത്തിലൂടെ, പ്രസംഗ അവതരണ ശൈലിയുടെ ഉയർന്നു വരുന്ന ഷൗക്കത്ത് അലി അൻസാരി ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ എത്തും. അദ്ദേഹത്തിൻ്റെ പ്രഭാഷണവുമുണ്ട്. ഇൻഷാ അല്ലാഹ് ഈ കൂടിയിരിക്കുന്ന ആളുകൾക്ക്, ഈ പണ്ഡിതന്മാർക്ക്, ഈ നേതാക്കൾക്ക്, ഈ സഹോദരന്മാർക്ക്, എൻ്റെ കുട്ടികൾക്ക്, MSM-ൻ്റെ ഭാരവാഹികൾക്ക്, ISM-ൻ്റെ ഭാരവാഹികൾക്ക്, ഇവിടെ ഈ സാഹചര്യങ്ങളെല്ലാവരും ഒരുക്കി തന്ന ഇവിടെ വന്ന എല്ലാ ആളുകൾക്കും എൻ്റെ പേരിൽ, ഈ സംഘടനയുടെ പേരിലും സ്വാഗതം ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.